നേമം മണ്ഡലം നമ്മൾ രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായി നേമത്തെ ത്രികോണ പോരാട്ടം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികൾ നമുക്ക് പിന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വേണുബാലകൃഷ്ണൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങയുടെ പിന്നിലാണ് ശിവൻകുട്ടി നിൽക്കുന്നത്. ഞാനിപ്പോൾ ശബരിനാഥിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പുറത്ത് മാറിയാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നതെങ്കിലും നടുവിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്താനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരേ ഒരു ആപത്ശങ്ക അല്ലെങ്കിൽ ഒരേ ഒരു ആശങ്ക എനിക്ക് ഈ നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. എന്നിട്ട് ഈ മഞ്ചേശ്വരമോ അല്ലെങ്കിൽ കഴക്കൂട്ടമോ വട്ടിയൂർക്കാവോ ചാത്തന്നൂരോ പാലക്കാടോ ഒന്നുമല്ല BJP ഒരു അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള മണ്ഡലമായി കാണുന്നത്. അത് ഞാൻ സംശയിക്കുന്നതും ഒരല്പം ആശങ്ക എൻ്റെ മനസ്സിലുള്ളതും. നമ്മൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ആശങ്കപ്പെടരുത്. കാരണം നമ്മൾ ജേർണലിസ്റ്റുകളാണ്. ആര് തോറ്റാലും ജയിച്ചാലും അവർ വോട്ടർമാരുടെ വോട്ട് നേടിയാണ് വിജയിക്കുന്നത്. വോട്ടിംഗ് മെഷീനിൽ അവരുടെ ഓരോരുത്തരുടെയും താല്പര്യം വന്ന് വീണ് കഴിയുമ്പോഴാണ് ജയിക്കുന്നത്. പിണറായി വിജയൻ ജയിക്കുമ്പോൾ ഇല്ലാത്ത ആശങ്ക രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ പോകുന്നു എന്നുള്ള ഇത് വരുമ്പോൾ ഉണ്ടാകരുത്. അങ്ങനെയല്ലേ വേണ്ടത്? ഈ വിമർശനമൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ എന്റെ ആശങ്ക തന്നെ ആയിരിക്കുന്നതുകൊണ്ടും അത് വ്യക്തിപരം എന്നതിനേക്കാൾ രാഷ്ട്രീയ സ്വഭാവമുള്ളതായിരിക്കുന്നതുകൊണ്ടും ഞാനത് പങ്കുവയ്ക്കും. ആശങ്കപ്പെടുത്തുന്ന മണ്ഡലം നിയമമാണ്. പക്ഷെ അവസാന റൗണ്ടിൽ ഒരു പക്ഷേ ഈ പറയുന്ന മേൽക്കൈ രാജീവ് ചന്ദ്രശേഖരന് കിട്ടാതിരിക്കാനുള്ള ടാക്ടിക്കൽ അലയൻസ് അവിടെ ഉണ്ടാകും. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അതായത് ഒരു ക്രോസ് വോട്ടിംഗ് നടന്ന് അങ്ങനെ ആയാൽ പോലും തോൽപ്പിക്കണം എന്നുള്ള ഇതിലേക്ക് പോകാനുള്ള സാധ്യത നിയമത്തിൽ നിലനിൽക്കുന്നു. വളരെ കൂടുതലാണ്. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവസാന മണിക്കൂറിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന മണ്ഡലം നിയമമാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ട്വിസ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമത്തിന്റെ സ്പീഡോമീറ്റർ ഇതാ ഓടുകയാണ്, വന്നു നിൽക്കുന്നു. ബാറ്റിൽ ഗ്രൗണ്ട് പോലുമല്ല, ക്ലിയർ എഡ്ജ്. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നിയമംകാർ കണ്ടുകൊള്ളണം ദയവായി. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം മറ്റ് 139 മണ്ഡലത്തിലും ഇല്ലാത്ത ആശങ്ക നിയമത്തെ പറയാൻ പാടില്ല. അത് ശരിയല്ല, രാഷ്ട്രീയ ശരിയല്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ വിയോജിക്കുകയാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കാരണം എല്ലാ മണ്ഡലങ്ങളിലും ഓരോ മുന്നണിയും സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജയിക്കാനായിട്ടാണ്. അപ്പോൾ അതിൽ ഒരാൾ ജയിക്കുമ്പോൾ സന്തോഷവും മറ്റൊരാൾ ജയിക്കുമ്പോൾ സങ്കടവും വരാൻ പാടില്ല എന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാനത് അങ്ങയോട് സ്നേഹത്തോടെ വിയോജിപ്പോടുകൂടി പറയുകയാണ്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. കളിയാ അറിയോ? രാഷ്ട്രീയമായുള്ള കാലാവസ്ഥയിൽ BJP ഒരു അക്കൗണ്ട് തുറക്കുന്നതിലെ ആ ഒരു ആപത്ത് അങ്ങനെ കരുതുന്നത് കൊണ്ട് പങ്കുവച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിലവിൽ കാര്യമില്ല സാർ. ഇവിടെ വിജയം രാജീവ് ചന്ദ്രശേഖരനാണ് എന്നുള്ളതാണ് സർവേ ഫലം. വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും ശബരിനാഥനും ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിലവിൽ മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖരനാണ് എന്നതാണ് ബിഗ് ടിവിയുടെ ഫൈനൽ ഇലക്ഷൻ സർവേ ഫലം. അത് ശരിയാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നു, അവസാനത്തെ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്ന ഏറ്റവും ശക്തമായ അടിയൊഴുക്കുകൾ സമ്മാനിക്കാൻ പോകുന്ന മണ്ഡലം നിയമമാണ്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞാൽ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു.